സന്തോഷധ്വനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്ന് തെറ്റായ ഉപദേശത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുവാനായി ആഗ്രഹിക്കുന്നു. വെളിപ്പെട്ട ദൈവവചനമായ ബൈബിളുമായി പൊരുത്തപ്പെടുന്ന പഠിപ്പിക്കലുകളെയാണ് ബൈബിൾ ഉപദേശം സൂചിപ്പിക്കുന്നത്. തെറ്റായ ഉപദേശം എന്നത് ദൈവവചനത്തിൽ നൽകിയിരിക്കുന്ന ഉപദേശത്തോട് കൂട്ടിച്ചേർക്കുകയോ എടുത്തുകളയുകയോ വിരുദ്ധമാക്കുകയോ അസാധുവാക്കുകയോ ചെയ്യുന്ന ഏതൊരു ആശയവുമാണ്. AD 1-ാം നൂറ്റാണ്ടിൽ തന്നെ തെറ്റായ സിദ്ധാന്തങ്ങൾ സഭയിൽ നുഴഞ്ഞു കയറിയിരുന്നു. പുതിയ നിയമത്തിലെ പല കത്തുകളും ആ തെറ്റുകൾ പരിഹരിക്കാൻ എഴുതിയിട്ടുണ്ട്. തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും ആട്ടിൻകൂട്ടത്തെ ആശയക്കുഴപ്പത്തിലാക്കുകയും ചെയ്യുന്നവരിൽ നിന്നും ജാഗ്രത പാലിക്കാൻ വിശുദ്ധ പൗലോസ് തൻ്റെ അനുയായിയായ തിമോത്തിയെ ഉത്ബോധിപ്പിച്ചു. പ്രിയമുള്ളവരെ, നാം ക്രിസ്തുവിൻ്റെ അനുയായികളായിരിക്കാൽ വചനത്തിൽ ദൈവത്തിൻ്റെ മുഴുവൻ ആലോചനകളും നമുക്ക് ലഭ്യമാണ്. ആയതിനാൽ ദൈവശാസ്ത്രത്തെക്കുറിച്ച് അജ്ഞരായി തുടരുന്നതിനോ നമുക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കുകയില്ല. ബൈബിൾ പൂർണ്ണമാണ്. ദൈവത്തിൻ്റെ മുഴുവൻ ആലോചനകളും അപ്പസ്തോല പ്രവൃത്തിയിൽ നമുക്ക് ലഭ്യമാണ്. ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വയ്ക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേയ്പ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പിൻ. ഓരോ ദിവസവും വേദപുസ്തകം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് എത്ര പ്രാധാന്യമുള്ള കാര്യമാണ്. കൂടാതെ തെറ്റായ ഉപദേശം എന്തെന്നറിയുവാനും നമുക്ക് സാധിക്കും. ഇത് നമ്മെ ആത്മീയ കൃത്രിമത്വത്തിൽ നിന്നും വഞ്ചനയിൽ നിന്നും വ്യാജ പ്രസംഗകരിൽ നിന്നും വ്യാജോപദേശത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നു. ദൈവവചനം നാം അറിയുമ്പോൾ വ്യാജപ്രവാചകന്മാരെയും തന്ത്രപരമായി സുഗമമായി സംസാരിക്കുന്നവരെയും ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കില്ല. മാത്രമല്ല, അവരുടെ കെണിയിൽ നാം പെടുകയുമില്ല. തിരമാലകളാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിയപ്പെടാതെ തെറ്റായ ഉപദേശത്തിൻ്റെ കാറ്റിലും മനുഷ്യരുടെ കൗശലത്താലും വഞ്ചനാപരമായ തന്ത്രങ്ങളിലും തെറ്റായ സിദ്ധാന്തത്തിലും പെട്ടുപോകാതെ സൂക്ഷിക്കുക. എഫേസ്യർ ലേഖനം 4-ാം അധ്യായം വായിച്ചു നോക്കുക. അടുത്തതായി തെറ്റായ ഉപദേശത്തിൻ്റെ ചില ഉദാഹരണങ്ങൾ. 1. നരകം ഇല്ല എന്ന തെറ്റായ പഠിപ്പിക്കൽ. നിത്യമായ ദണ്ഡനത്തിൻ്റെ ഒരു യഥാർത്ഥ സ്ഥലമായി നരകത്തെ ബൈബിൾ വിശേഷിപ്പിക്കുന്നു. വീണ്ടും ജനിക്കാത്ത ഓരോ ആത്മാവിൻ്റെയും ലക്ഷ്യസ്ഥാനം നരകമാണ്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. നരകത്തിൻ്റെ നിഷേധം തെറ്റായ ഉപദേശമാണ്. യേശുവിൻ്റെ വാക്കുകൾക്ക് നേരിട്ട് വിരുദ്ധമാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട. ദേഹത്തെയും ദേഹിയെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവനെ ഭയപ്പെടുവിൻ. 25-ാം അധ്യായത്തിൽ നിത്യദണ്ഡനത്തിലേക്ക് എന്നെഴുതിയിരിക്കുന്നു. 46-ാം വാക്യം വായിക്കുക. രണ്ടാമതായി, ദൈവത്തിലേക്ക് അനേകം പാതകൾ ഉണ്ടെന്നുള്ള ആശയം. സഹിഷ്ണുതയുടെ മറവിൽ ഈ തത്വചിന്ത അടുത്തിടെ പ്രചാരത്തിലുണ്ട്. ഈ തെറ്റായ സിദ്ധാന്തം അവകാശപ്പെടുന്നത് ദൈവം സ്നേഹമായതിനാൽ ആത്മാർത്ഥതയുള്ളിടത്തോളം കാലം ഏത് മതപരമായ ശ്രമത്തെയും സ്വീകരിക്കുമെന്നതാണ്. അങ്ങനെയുള്ള വാദം ബൈബിളിനെതിരാണ്. ദൈവപുത്രൻ ജഡം സ്വീകരിച്ച് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടതിൻ്റെ ആവശ്യത്തെ ഫലപ്രദമായി ഇല്ലാതാക്കുകയാണ്. ദൈവത്തിലേക്കുള്ള ഏക വഴി യേശുക്രിസ്തുവാണ്. യോഹന്നാൻ 14:6 ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. യേശുക്രിസ്തു കുരിശിൽ പൂർത്തിയാക്കിയ പ്രവൃത്തികളോട് മനുഷ്യരുടെ മതപരമായ പ്രവൃത്തികൾ ചേർത്ത് രക്ഷയ്ക്ക് ആവശ്യമായ കാര്യങ്ങളായി പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയെ മനുഷ്യരുടെ പ്രവൃത്തികളുമായി കലർത്താനുള്ള ശ്രമങ്ങളാണ്. അതിനെതിരെ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ 6-ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എഫേസ്യർ 2:8-9 പറയുന്നത് ശ്രദ്ധിക്കുക. ദൈവകൃപയാൽ നാം വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നാം ചെയ്യുന്ന യാതൊന്നും അതിൽ കൂട്ടിച്ചേർക്കാനോ എടുത്തു കളയാനോ കഴിയുകയില്ല. കൃപയാൽ രക്ഷയുടെ സുവിശേഷത്തെ മാറ്റുന്ന ഏതൊരാൾക്കും അത് ശാപമായി തീരുമെന്ന് നാം വചനത്തിൽ കാണുന്നു.
ഈ അവസരത്തിൽ വിശുദ്ധ പൗലോസ് ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കുവാനായി ഞാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തുവിൻ്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അത് വേറൊരു സുവിശേഷമെന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിൻ്റെ സുവിശേഷം മറച്ചു കളയുവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ, നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. മൂന്നാമതായി, കൃപയെ പാപത്തിനുള്ള ലൈസൻസായി അവതരിപ്പിച്ച് പഠിപ്പിക്കുന്നത്. ഇത് തെറ്റായ കാര്യമാണ്. യേശുവിനെക്കുറിച്ചുള്ള വസ്തുതകൾ വിശ്വസിക്കുകയും ഒരു ഘട്ടത്തിൽ ഒരു പ്രാർത്ഥന നടത്തുകയും മനസാന്തരമില്ലാതെ ജീവിക്കുകയും സ്വർഗം ഉറപ്പാണെന്ന് വിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് ജീവിതം പുനരാരംഭിക്കുന്നത്. ഈ സിദ്ധാന്തം തെറ്റാണ്. റോമർ 6-ാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് ഈ കാര്യം എഴുതിയിരിക്കുന്നു. ഇങ്ങനെയുള്ളവർക്ക് തന്നെ അറിയില്ലെന്ന് യേശു മുന്നറിയിപ്പ് നൽകി. ഈ കാര്യങ്ങൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ കാണാം. ക്രിസ്തുവിൽ ഉള്ളവർ പുതിയ സൃഷ്ടികളായിത്തീരുന്നുവെന്ന് 2 കൊരിന്ത്യർ 5:17 പറയുന്നു. ആ പരിവർത്തനം ക്രിസ്തുവിലുള്ള ഒരു വിശ്വാസിയുടെ വിശ്വാസത്തോടുള്ള പ്രതികരണമായി ബാഹ്യ സ്വഭാവങ്ങളെ മാറ്റുന്നു. ക്രിസ്തുവിനെ അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് അവനെ അനുസരിക്കുക എന്നതാണ്. ഏദൻ തോട്ടം മുതൽ സാത്താൻ ദൈവവചനത്തെ ആശയക്കുഴപ്പത്തിലാക്കുകയും വികലമാക്കുകയും ചെയ്യുന്നു. സാത്താൻ്റെ ദാസന്മാരായ വ്യാജ ഉപദേഷ്ടാക്കൾ നീതിയുടെ ദാസന്മാരായി പ്രത്യക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. എന്നാൽ അവരുടെ ഫലങ്ങളാൽ അവർ അറിയപ്പെടും. തെറ്റായ ഉപദേശം പ്രചരിപ്പിക്കുന്നവരെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? അവരുടെ ഉള്ളിൽ ആത്മാവിൻ്റെ ഫലങ്ങൾ കാണുകയില്ല, മറിച്ച് അഹങ്കാരം, അത്യാഗ്രഹം, കലാപം എന്നിവ കാണിക്കുകയും ആത്മീയാധികാരം ദുരുപയോഗം ചെയ്യുകയും ചെയ്യും. കൂടാതെ പലപ്പോഴും ലൈംഗിക ധാർമ്മികതയെ പ്രോത്സാഹിപ്പിക്കുകയോ അതിലേർപ്പെടുകയോ ചെയ്യും. ഇങ്ങനെയുള്ളവരെ സൂക്ഷിച്ചൊഴിയുക. ശ്രദ്ധിക്കുക, നിങ്ങൾ ക്രിസ്തു യേശുവിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ടുള്ള നീതിയുള്ള ഒരു ജീവിതം നയിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇങ്ങനെയുള്ള ദുരുപദേശം പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരുടെ കൂടെ നിൽക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവ് ഞെരുക്കപ്പെടുന്ന അവസ്ഥയിലാകുന്നുവെങ്കിൽ, നിങ്ങൾ അങ്ങനെയുള്ളവർക്ക് ഇരയാകുന്നുവെങ്കിൽ ഓർത്തുകൊള്ളുക. വിശുദ്ധ പൗലോസ് അപ്പസ്തോല പ്രവൃത്തികൾ 17-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, പൗലോസ് പറഞ്ഞത് സത്യമാണോ എന്നറിയാൻ എല്ലാ ദിവസവും തിരുവെഴുത്തുകൾ പരിശോധിച്ചു പോന്ന ബെറിയക്കാരെ പോലെ വചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ തെറ്റായ ഉപദേശത്തിൻ്റെ കെണികൾ ഒഴിവാക്കുവാൻ നമുക്ക് സാധിക്കും. ആകയാൽ പ്രിയമുള്ളവരെ, വചനം വായിക്കുക. വചനവായന ശീലമാക്കുകയും ചെയ്യുന്നത് ജ്ഞാനമാണ്. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയും ഇല്ല. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 27-28 വാക്യങ്ങൾ. ബൈബിൾ വായിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്തെന്ന് നോക്കാം. ബൈബിൾ ദൈവത്തിൻ്റെ സ്വഭാവം നമുക്ക് കാണിച്ചു തരുന്നു. ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾക്കുള്ള നിർണായക ഉറവിടമാണ് ബൈബിൾ. ബൈബിൾ വായിക്കുന്നത് ദൈവത്തെ അനുകരിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു, പാപത്തിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ദൈവം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഉറപ്പുള്ളവരായിരിക്കുവാനും ഫലപുഷ്ടിയുള്ളവരാകുവാനും നമ്മെ സഹായിക്കുന്നു. ക്രിസ്തുവിലുള്ള നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ.